ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ പഞ്ചോപചാരം എങ്ങനെ, ഏതൊക്കെ രീതിയിൽ എന്നുള്ള ചോദ്യങ്ങൾ. ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് ഇട്ടിരുന്നു, എന്നാലും അതൊന്ന് ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിരുന്നു. അതും പ്രകാരമാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ ആ ഒരു കൺഫ്യൂഷൻ അകറ്റാൻ ശ്രമിക്കുന്നത്. നാം പഞ്ചോപചാരം ചെയ്യുമ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഉപാസനാമൂർത്തിയെ ഉപാസിക്കുന്നതിലല്ല നമുക്ക് പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ നമ്മുടെ ഇഷ്ടദേവനെ തന്നെ ഉപാസനമൂർത്തിയായിട്ട് നമ്മൾ ഉപചാരം ചെയ്യേണ്ടി വരും. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ ഓരോ ജാതകത്തിലും 9ാം ഭാവത്തിലാണ് നമ്മുടെ ഇഷ്ടദേവൻ്റെ സ്ഥാനം. ആ ഇഷ്ടദേവനെ അറിഞ്ഞ് നാം ഉപചാരം ചെയ്യുക, അതേപോലെ ജപം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ബ്ലോക്കുകളും മാറി നമ്മുടെ ജീവൻ ബാലൻസായി അഭിവൃദ്ധിപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ ദേവതയോ അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ദേവതയോ അല്ല നമ്മുടെ ഇഷ്ടദൈവം. നമ്മുടെ ജാതകത്തിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അർദ്ധാംഗിനിയും അതേപോലെ ഇഷ്ടദേവനും എല്ലാ ജന്മങ്ങളിലും ഒരേപോലെയായിരിക്കും. കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയും ഇഷ്ടദേവനുമായിരിക്കും ഈ ജന്മത്തിലും, ഇനിയുള്ള ജന്മത്തിലും അതേപോലെ. അതാണ് ഭാര്യയ്ക്കും ഉപാസനാമൂർത്തിക്കും പ്രാധാന്യമേകാൻ കാരണം. അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞ് ആ ഒരു ചൈതന്യത്തെ നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായിട്ടും, നമ്മുടെ തന മന എല്ലാം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നാം ഉപചാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ പുറകോട്ട് വലിക്കുന്നത് അതെല്ലാം മാറി നമുക്ക് ജീവിതത്തിൽ മുന്നിലേക്ക് നയിക്കാനും അതേപോലെ വിജയത്തിലേക്ക് വഹിക്കാനും നമുക്ക് ഭാഗ്യം സിദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടദേവനെ കണ്ടു ഞങ്ങളുടെ ജാതകത്തിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് പഞ്ചോപചാരം ചെയ്യുക? നമ്മൾ പഞ്ചോപചാരം ചെയ്യുന്നതിന് മുമ്പായിട്ട് നാം ധ്യാനം എന്നുള്ള കൺസെപ്റ്റ്, ആ ധ്യാനത്തിൽ നമുക്ക് 5 തരത്തിലുള്ള ദേവതകളെ നാം മനസ്സിൽ ധ്യാനിച്ച് വേണം. അവരുടെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ നമ്മുടെ പഞ്ചോപചാരത്തിന് പൂർണ്ണതയാകൂ. ആദ്യം നമുക്ക് വണങ്ങേണ്ടത് സിദ്ധി ബുദ്ധി പത്നിമാരായിട്ടുള്ള മഹാഗണപതിയെയാണ്. ആ ഗണപതി മന്ത്രം എന്ന് പറഞ്ഞാൽ ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്, ഓം തന്നോ സിദ്ധി പ്രചോദയാത്, ഓം തന്നോ ബുദ്ധി പ്രചോദയാത്, ഓം ഗം ഗണാധിപതേ നമഃ. സിദ്ധിയും ബുദ്ധിയും പത്നിമാരായിട്ടുള്ള ആ സിദ്ധി വിനായകനെ മനസ്സാൽ ധ്യാനിക്കുക. ഭഗവാന്റെ കടാക്ഷം എൻ്റെ ഉപാസനയിൽ, ഉപചാരത്തിന് പൂർണ്ണതയേകുക, സർവ്വവിഘ്നങ്ങളും അകറ്റുക എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് വരുന്നത് ഗുരുസ്ഥാനം. ഗുരു ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിലും ഒരു പൂർണ്ണതയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അഥവാ ഗുരു ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടദേവനെ തന്നെ ഗുരുവായി വരിക്കാം. സർവ ഗുരുക്കൾക്കും ഗുരുവായ ലോകാനാം ഗുരുവേ ശ്രീ ദക്ഷിണാമൂർത്തിയെ നമഃ എന്ന് നമ്മൾ ദക്ഷിണാമൂർത്തിയെ ഗുരുവായി വരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവൻ ആരാണോ ആ ഭഗവാനെ നമുക്ക് ഗുരുവായി വരിക്കാം. മൂന്നാമതായിട്ട് വരുന്നത് ഇഷ്ടദേവൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ജാതകത്തിൽ ഇഷ്ടദേവന് കൽപ്പിച്ചിട്ടുണ്ട്. ആ ഇഷ്ടദേവനെ വേണം നമ്മൾക്ക് ഉപചാരം ചെയ്യാൻ. പിന്നെ വരുന്നത് കുലദേവം, ധർമ്മദേവം എന്ന് പറയും. ധർമ്മദേവത എന്ന് പറയുമ്പോൾ നമ്മുടെ കുലത്തിൽ
ഓരോ കുലത്തിന് ഓരോ ധർമ്മദേവത. ചിലവർക്ക് കാളിയാവും, ചിലവർക്ക് കൃഷ്ണനാകും, ചിലവർക്ക് ലക്ഷ്മി നാരായണാവും. അപ്പോൾ പണ്ട് നമുക്ക് കൂട്ടുകുടുംബം എന്നുള്ള കൺസെപ്റ്റിലായിരുന്നപ്പോൾ നമുക്ക് ഗോത്രങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഗോത്ര ദേവത, അതായത് ധർമ്മദേവത, ധർമ്മഗുരു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗുരുസ്ഥാനീയനായിട്ടുള്ള കൺസെപ്റ്റ്. അവിടെ 2 ഗുരുവുണ്ട്. ഒന്ന് നമുക്ക് നിത്യേനായിട്ടുള്ള ഗുരുവും പിന്നെ ഗോത്രഗുരുവും. അതായത് സപ്തർഷികളിൽ ഏതെങ്കിലും ഒരു ഋഷിയായിരിക്കും നമ്മുടെ ഗോത്രം അല്ലെങ്കിൽ ധർമ്മഗുരു എന്ന് പറയുന്നത്. അതേപോലെ ധർമ്മദേവത, കുലദേവത എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അത് പണ്ട് പഴമ അപ്പൂപ്പന്മാർക്ക് അതറിയാമായിരുന്നു. ഇപ്പം നമ്മൾ തിരുപ്പതിയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പേര്, നക്ഷത്രം, ഗോത്രം എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയില്ല. പേരും നക്ഷത്രവും മാത്രമേ അറിയാവുള്ളൂ. ഇന്നത്തെ ക്ഷേത്രങ്ങളിൽ പോയാൽ തന്നെ അത് ചോദിക്കാറുമില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾക്കറിയണം, ഗോത്രം അറിയണം. അത് അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ സങ്കല്പത്തിൽ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് 4ാമത് വരുന്നത് ഗ്രാമദേവത. നമ്മുടെ ഗ്രാമത്തിൽ ഏതാണോ മൂർത്തി, അടുത്തുള്ള മൂർത്തി ഏതാണോ ആ മൂർത്തിയെ അനുഗ്രഹം നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. 5ാമതായിട്ട് വരുന്നതാണ് അമ്മ വഴിയുള്ള പിതൃക്കളും അച്ഛൻ വഴിയുള്ള പിതൃക്കളും. അവരുടെ അനുഗ്രഹം നമുക്ക് പ്രാധാന്യമാണ്. കാരണം പിതൃക്കൾ നമ്മുടെ നിത്യ ജീവിതത്തിനൊരു പ്രധാന ഘടകമാണ്. കാരണം അവരുടെ അനുഗ്രഹമില്ലെങ്കിൽ ദൈവാധീനം, അതായത് വ്യാഴം എന്നുള്ള കൺസെപ്റ്റ് അവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവർ തൃപ്തരല്ലെങ്കിൽ വ്യാഴം മറിഞ്ഞിരിക്കും, ദൈവാധീനം മറിഞ്ഞിരിക്കും. അവർ സന്തോഷമാണെങ്കിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറും. അപ്പോൾ ബലികർമ്മങ്ങൾ, ശ്രാദ്ധകർമ്മങ്ങൾ നിത്യേന ചെയ്യുന്നവർക്ക് വ്യാഴം അനുകൂലമായിരിക്കും. അപ്പോൾ ഈ 5 തത്വങ്ങളെ മനസ്സിൽ ധ്യാനിക്കുകയും അവരുടെ അനുഗ്രഹപ്രാപ്തിക്ക് വേണ്ടി, ഈ ഉപചാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബിംബങ്ങൾ നമ്മൾ ഉപാസിക്കുന്ന. ഇപ്പോൾ ഞാൻ ശ്രീകൃഷ്ണനാണ്, അല്ലെങ്കിൽ ഒരു മുരുകനാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ് ഞാൻ ഉപാസിക്കുന്നതെങ്കിൽ ആ മൂർത്തിയുടെ ബിംബവും ശ്രീചക്രമേരുവും മുമ്പിൽ വെച്ച് ആ ഉപാസനാമൂർത്തിയുടെ മുമ്പിൽ നമ്മൾ തീർത്ഥം ആവാഹിക്കുന്നു. തീർത്ഥം നമ്മൾ ചെമ്പ് പാത്രങ്ങൾ അല്ലെങ്കിൽ കിണ്ടിയിൽ ജലമെടുത്ത് അതിൽ കുറച്ച് കുങ്കുമം കലക്കി അതിൽ ഒരു തുളസിയിട്ട് അതിൻ്റെ വാ പൊത്തി, അത് ദർഭ ഉണ്ടെങ്കിൽ ദർഭ അതിലിട്ടിട്ട് നമുക്ക് സുദർശന മന്ത്രമോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവത്തെ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ തീർത്ഥാവാഹനം ഗംഗേച്ച മുനീച്ച അത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം തളിക്കേണ്ട നമ്മുടെ ശിരസിലാണ്. അതിനുശേഷം ബിംബത്തിന് തളിച്ചതിന് ശേഷം നമുക്ക് ക്ലോക്ക് വൈസ് ബിംബം നല്ല രീതിയിൽ അഭിഷേകം ചെയ്യാം. അതിനുശേഷം ബിംബം നല്ലോണം തുടച്ച് നമ്മളൊരു പീഠം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആണെങ്കിൽ തട്ടമാണെങ്കിൽ തട്ടത്തിൽ നമ്മൾ ചുമലത്തുണി വിരിച്ച് ബിംബത്തെയും ശ്രീചക്രത്തെയും വെച്ച് ധൂപം കാട്ടി അതിൽ മഞ്ഞളോ ചന്ദനോ ഉള്ള കുറി തൊട്ട് കുങ്കുമക്കുറിയും തൊട്ട് ശ്രീചക്രത്തിൽ നമ്മുടെ ഇഷ്ടദേവൻ്റെ ഗായത്രി മന്ത്രം ജപിച്ച് 9 പ്രാവശ്യം നവാരണമാണല്ലോ ശ്രീചക്രം. അപ്പോൾ 9 പ്രാവശ്യം നമ്മൾ കുങ്കുമത്തെ അതിന് മേളിൽ തളിക്കും. അതിനുശേഷം നാം ദീപം കാണിക്കും. അതിനുശേഷം നൈവേദ്യം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പ്രാണായാമം ചെയ്യാം. പ്രാണായാമം ചെയ്തതിന് ശേഷം ജപം നമുക്ക് ഇഷ്ടദേവൻ്റെ ഗായത്രി മന്ത്രം നമ്മൾ രുദ്രാക്ഷമാലയിൽ ജപിക്കാം. രുദ്രാക്ഷമാല ആണെങ്കിൽ തന്നെ നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്യാതെ രുദ്രാക്ഷമാല ജപിച്ചാൽ ഫലമുണ്ടാവില്ല. പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രുദ്രാക്ഷമാല വാങ്ങി അതിനൊരു രാത്രി നമ്മൾ എള്ളെണ്ണയിൽ മുക്കി വെച്ച് പിറ്റേന്ന് അതിന് നല്ല രീതിയിൽ വെള്ളത്തിൽ നനച്ച് തുടച്ച് കുറച്ച് നെയ്യ് കുറച്ച് കുങ്കുമം നല്ലോണം കശക്കി മാലയിൽ നാം നല്ലോണം സ്ക്രബ് ചെയ്യും. രുദ്രാക്ഷം എന്നാൽ ശിവനും കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം എന്നാൽ ശ്രീ, അതായത് പാർവതിയുമാണ്. അപ്പോൾ 2 പേരുടെയും സംയോഗമാവുമ്പോൾ ആ രുദ്രാക്ഷ ജപമാലയ്ക്ക് പ്രാണപ്രതിഷ്ഠയായി. അതിനുശേഷം നാം എന്ത് മന്ത്രമാണോ ഇഷ്ടദേവൻ്റെ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ അതിന് സിദ്ധി വരും.
ഒന്ന് ഓർക്കുക, നമ്മൾ ഇഷ്ടദേവൻ്റെ ഗായത്രി മന്ത്രം അല്ലാതെ വേറൊരു മന്ത്രവും ആ ജപമാലയിൽ ജപിക്കരുത്. ജപിച്ചതിന് ശേഷം നാം അത് ധരിക്കുകയും വേണം. ജപത്തിനായി മാത്രമേ നമ്മുടെ കഴുത്തിൽ നിന്ന് ജപമാല എടുക്കാവൂ. ചിലർ പറയുന്നുണ്ട് ജപിച്ചതിന് ശേഷം നമ്മളും അത് മാറ്റിവെക്കണം, അശുദ്ധിയാകുമെന്നൊക്കെ. അതൊക്കെ വളരെ തെറ്റാണ്. കാരണം ജപിച്ചതിന് ശേഷം നാം രുദ്രാക്ഷം മാല, ജപമാല നാം അണിഞ്ഞാലേ അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കുകയുള്ളൂ. മാത്രമല്ല മെഡിസിനൽ വാല്യൂ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. നമുക്കുണ്ടാകുന്ന സ്കിൻ ഡിസീസസ്, പിന്നെ ഷുഗർ, പ്രഷർ, അങ്ങനെ ഇൻറ്റേർണലായിട്ടുള്ള ഏത് ഡിസീസസിനും ഒരു പ്രത്യേക അനുപാതത്തിൽ റേഡിയേറ്റ് ചെയ്യാൻ രുദ്രാക്ഷത്തിന് കഴിവുണ്ട്. അത് സയൻസും തെളിയിച്ചിട്ടുള്ളതാണ്. സോ അതെപ്പോഴും അണിയുന്നത് കൊണ്ട് നമുക്കെപ്പോഴും നമ്മുടെ മൈൻഡ് കൂളായിരിക്കും. നല്ല രീതിയിൽ മനസ്സ് നല്ലതുപോലെ ചിന്തിക്കാനും നല്ല രീതിയിൽ പോകാനും രുദ്രാക്ഷമാല എപ്പോഴും നമ്മുടെ കഴുത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഈ പഞ്ചോപചാരത്തിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരുമാതിരി മനസ്സിലായി കാണും. പിന്നെ നാം ബിംബം എപ്പോഴും നല്ല രീതിയിൽ തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന രീതിയിലായിരിക്കണം ബിംബം. അത് ആഴ്ചയിലൊരിക്കൽ നാം പൂജ ഉപാസന ചെയ്യുന്നിടത്ത് തന്നെ ഇരുന്ന് ശുദ്ധി ചെയ്യണം. ഒന്നെങ്കിൽ പുളി തേച്ച് നമുക്ക് ശുദ്ധി ചെയ്യാം, അല്ലെങ്കിൽ വിഭൂതി തേച്ച് നമുക്ക് ശുദ്ധി ചെയ്യാം. ഒരിക്കലും കെമിക്കലായിട്ടുള്ള ഒരു കാരണവശാലും കെമിക്കൽ പദാർത്ഥങ്ങൾ ബിംബത്തിന് പൂജാകർമ്മങ്ങൾക്കോ ഉപയോഗിക്കരുത്. ചിലവർ പറയുന്നുണ്ട് ഞാൻ ബിംബവും ശ്രീചക്രവും പൈപ്പിൻ്റെ ചുവട്ടിൽ പോയി നല്ലോണം കഴുകി സർഫെക്സലൊക്കെ വെച്ച് നല്ലോണം കഴുകുക. അത് വളരെ തെറ്റാണ്. കാരണം നമ്മുടെ ഒരു കൈക്കുഞ്ഞിന് എങ്ങനെയാണോ ആ ഒരു ലാഘവത്തോട് വേണം നമുക്ക് ബിംബം ആയാലും ശ്രീചക്രമായാലും കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇരുന്നിടത്ത് തന്നെ, ഉപാസനയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് വേണം ബിംബശുദ്ധി ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിംബത്തെ അല്ലെങ്കിൽ ശ്രീചക്രത്തെ രണ്ടും ഒരുമിച്ച് ചെയ്യരുത്. ഒന്നെങ്കിൽ ബിംബം അല്ലെങ്കിൽ ശ്രീചക്രം ജലാധിവാസം ചെയ്യണം. അല്ലെങ്കിൽ അതായത് നമുക്ക് ഒരു ദിവസം പുളിവെള്ളത്തിൽ, ഒരു രാത്രി പുളിവെള്ളത്തിൽ ആ ബിംബം മുക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ലോണം വെളുത്തിരിക്കും, നല്ല സ്വർണ്ണ കളറായിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് വേണം ചെയ്യാൻ. കാരണം നമ്മളുടെ അതിലെ ആ എനർജി ശ്രീചക്രത്തിലോട്ട് ആവാഹിച്ചിട്ട് ശേഷമേ ബിംബം നമുക്ക് ജലാധിവാസം ചെയ്യാറുള്ളൂ. ജലാധിവാസം എന്ന് പറഞ്ഞാൽ പുളിവെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ബിംബത്തെ മുക്കി വയ്ക്കുക. പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ലോണം വെട്ടിത്തിളങ്ങുന്ന മാറ്റമാണ്. അപ്പോൾ ഉപാസനയ്ക്ക് മെയിനായിട്ട് വേണ്ടതും അതുതന്നെയാണ്. നമ്മളുടെ ബിംബം എത്രത്തോളം ശുദ്ധി അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ളൂ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ബിംബത്തിൻ്റെ മുഖം എപ്പോഴും എന്നുള്ളതായിരിക്കണം. നമുക്ക് കറക്റ്റ് ആ മുഖഭാവം കറക്റ്റായിരിക്കണം. ചില ബിംബങ്ങളുണ്ട് നമ്മൾ കോമ്പസ് വെച്ച് വരയ്ക്കുന്ന പോലെ കണ്ണൊക്കെ വരയ്ക്കുക, വാ വരയ്ക്കുക ഒക്കെ. അങ്ങനത്തെ ബിംബങ്ങൾ നമുക്ക് ഉപാസനയ്ക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മുഖശ്രീ പൂർണ്ണമായിട്ടുള്ള ബിംബങ്ങൾ ഉപാസന അല്ലെങ്കിൽ ഉപചാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക. ആഴ്ചയിലൊരിക്കൽ വിഭൂതി വെച്ച് നല്ലോണം കഴുകുക. വിഭൂതി വെച്ച് കഴുകുമ്പോൾ നമുക്ക് ആവാഹനത്തിൻ്റെ ആവശ്യമില്ല. കാരണം അതിൻ്റെ ഊർജം അതിലുണ്ടാവും. അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആവാഹിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അതായത് ജലാധിവാസം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ബിംബത്തിന് അല്ലെങ്കിൽ ശ്രീചക്രത്തിൻ്റെ ശക്തി, അതായത് പവർ നമ്മൾ ശ്രീചക്രത്തിലോട്ടിടുന്നു. ഈവൻ ശ്രീചക്രമാണ് നമ്മൾ ജലാധിവാസം ചെയ്യണമെങ്കിൽ നമ്മൾ ബിംബത്തിലേക്ക് അതിൻ്റെ ശക്തി റിവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പഞ്ചോപചാരത്തിന് മെയിനായിട്ട് നാം അറിയേണ്ട കാര്യങ്ങൾ. ബിംബശുദ്ധി എപ്പോഴും വേണം. കാരണം ഉപചാരം ചെയ്യുമ്പോൾ ആ ഉപചാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അത് മെയിനായിട്ട് നമുക്ക് ഉപാസനാമൂർത്തിയാണ്. ആ ഉപാസനാമൂർത്തി എപ്പോഴും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്ന രീതിയിലായിരിക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സും അതേപോലെ ശാന്തമാവും. നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി നാം ഭഗവാനെ കാണുമ്പോൾ, ഭഗവാനും ഭംഗിയാണ് ഇരിക്കണമെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷനാണ്, പ്രതിബിംബമാണ്. അതാണ് ഉപാസന. എന്ന് പറഞ്ഞാൽ മുമ്പിലിരിക്കുന്നു. ആ മുമ്പിലിരുന്ന് നമ്മൾ ഉപചാരം ചെയ്യുന്ന കൺസെപ്റ്റാണ് ഉപാസന എന്ന് പറയാറ്.
അപ്പോൾ മുമ്പിലിരിക്കുന്ന ഭഗവാനും ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപചാരത്തിന് പൂർണ്ണത വരില്ല. അപ്പോൾ ബിംബശുദ്ധി എപ്പോഴും കെയർ ചെയ്യണം. എല്ലാവരും ഇപ്പോൾ സാളഗ്രാമമാണെങ്കിൽ തന്നെയും എള്ളെണ്ണ തേക്കാറുണ്ട്. ശ്രീചക്രമാണെങ്കിൽ തന്നെയും ബിംബമാണെങ്കിൽ തന്നെയും വിഭൂതി വെച്ച് നല്ലോണം സ്ക്രബ് ചെയ്ത് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ എപ്പോഴും ആ ഒരു ക്ലാരിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെ നാം ഉപചാരം ചെയ്യുമ്പോഴും മനസ്സെപ്പോഴും ഭഗവാനിലേക്ക് അലിഞ്ഞ്, അതായത് നമ്മുടെ വികാരങ്ങളൊന്നും ആ ഉപചാരത്തിന് തട്ടാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നമ്മുടെ എല്ലാ വികാരങ്ങളും ഭഗവാനിലേക്ക് അർപ്പിച്ച് ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു ഭാവമായിരിക്കണം നമ്മൾ ഉപചാരം ചെയ്യുമ്പോൾ. അല്ലാതെ കാറ് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം, ലോണിൻ്റെ അടവ് എന്ന് വേണ്ട ഓരോ കൺസെപ്റ്റ് നമുക്കുണ്ടല്ലോ നിത്യജീവിതത്തിൽ. അതിൽ നിന്നും എല്ലാം, ഈവൻ മൊബൈൽ ഫോൺ വരെ സൈലൻ്റ് ആക്കി വെച്ചിട്ട് വേണം, അതും തിരുതി എന്നുള്ള ഒരു അവസ്ഥ വരരുത് ഉപചാരത്തിന്. പൂർണ്ണമായിട്ടും കൂളായിട്ട് മനസ്സിന് ഏകാഗ്രതയോടെ ഭഗവാനിൽ ഞാനും മാത്രം എന്നുള്ള കൺസെപ്റ്റിൽ വേണം ഉപചാരം ചെയ്യാൻ. എന്നാൽ മാത്രമേ ഉപചാരത്തിന് പൂർണ്ണതയേകുള്ളൂ. നാം ഉപചാരം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആവാഹനവും, അതായത് നാം ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ ആ ബിംബത്തിൽ ആവാഹിച്ച് ഉപചാരം ചെയ്ത് എക്സേലും ഇൻഹേലും ചെയ്യുമ്പോൾ ഓരോ ദിവസവും കൂടുന്തോറും നമ്മുടെ എനർജി, ഉപാസന മൂർത്തിയുടെ എനർജി കൂടിക്കൂടി വരുന്നു. കോസ്മിക് എനർജി കൂടുതൽ അബ്സോർബ് ആവുന്നു. പിന്നെ നമുക്ക് നമ്മൾ ആദ്യം ഭഗവാന്റെ അടുത്ത് പറയും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എനർജി കൂടുന്തോറും ഭഗവാന്റെ ഭാഗത്തുനിന്നും അതിൻ്റെ ഉത്തരം നമുക്ക് തിരിച്ചു കിട്ടുന്നു. അങ്ങനെയാണ് നാം ഒട്ടുമിക്കവരെയും കാണുമ്പോൾ അവരുടെ എന്താണ് പ്രശ്നങ്ങൾ, അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ചിന്ത എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നത്. അഷ്ടമസിദ്ധികൾ പ്രാപ്തമാക്കുന്നു ഇതുവഴി, ചക്രങ്ങൾ ഉണരുന്നു അതുവഴി. അല്ലാതെ ഒരു മെഡിറ്റേഷനോ യോഗയോ അല്ല ചക്രങ്ങൾ, നമ്മുടെ കുണ്ടലിനി ചക്രങ്ങൾ ഉണരുന്നത്. ശങ്കരാചാര്യര്, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, രമണ മഹർഷി, സ്വാമി വിവേകാനന്ദ, പരമഹംസ, ഷിർഡി ബാബ, അങ്ങനെ ഒട്ടേറെ യോഗി വര്യന്മാർ അവരുടെ പൂർണ്ണതയിൽ ചക്രങ്ങളുടെ ഉണർവ്, ഇതൊക്കെ ഉപാസനകളുടെ ഉപചാരത്തിൻ്റെ ഫലമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ ഉപചാരത്തെപ്പറ്റി നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വരാം. ഞാൻ നമ്പറും അഡ്രസ്സും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ വരുമ്പോൾ ചോദിക്കാറുണ്ട് ഫീസ് എത്രയാകുമെന്നുള്ളത്. നിങ്ങൾക്കിവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഫീസ് വാങ്ങിക്കുന്ന ഒരു പർപ്പസ് അല്ല. നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്കുകളോ അല്ലെങ്കിൽ രോഗങ്ങളോ, അത് ആ ഒരു ഉപാസനാശക്തി, ആ ഓം നമഃ ശിവായ എന്നുള്ള കൺസെപ്റ്റിൽ അതിൻ്റെ ആ മന്ത്രത്തിൻ്റെ ശക്തി എത്രയാണെന്നുള്ളത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഡോക്ടർമാരെ ചിന്തിക്കുന്നതെടുത്ത് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പല ജാതികളും പല മതങ്ങളും പല വർഗങ്ങളും, ഭഗവാന്റെ മുമ്പിൽ ഒറ്റ മതമേ ഉള്ളൂ, അത് മനുഷ്യനാണ്. രണ്ട് ജാതിയേ ഉള്ളൂ, ഒരു സ്ത്രീയും പുരുഷനും. അല്ലാതെ ഒരു മുസ്ലിമെന്നോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വർഗങ്ങളെന്നോ ഭഗവാനില്ല. മനുഷ്യർക്കാണ് മതങ്ങൾ. ഈശ്വരന് ഈ രണ്ട് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിൽ ഈ അറിവുകൾ നിങ്ങൾക്ക് തരാനും അതേപോലെ ഇനിയും നിങ്ങളുടെ സഹകരണത്തിൽ എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു നൽകാനും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിക്കുന്നതും വാട്സപ്പ് ചെയ്യുന്നതും നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാൻ കഴിയുന്നതും എനിക്ക് സന്തോഷമേകുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ
നമസ്കാരം. നമഃ ശിവായ.